നമസ്കാരം. ജാങ്കോ ഉപയോഗിച്ചിട്ട് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇതിലൊരു രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ നമുക്കൊരു യൂസറെ ലോഗിൻ ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്രൊജക്റ്റിലേക്ക് നമുക്ക് പോകാം. ബ്ലോഗ് എന്നുള്ള പ്രൊജക്റ്റിലേക്ക് നമ്മൾ പോയി. ഇനി ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ടെംപ്ലേറ്റ്സ് എന്നതിൻ്റെ ഉള്ളിൽ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ആ ഫോൾഡറിൻ്റെ പേര് നമുക്ക് രജിസ്ട്രേഷൻ എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഈ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ രജിസ്ട്രേഷൻ എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും പോകരുത്. ഇതിൽ നമ്മൾ ലോഗിൻ എന്നുള്ള ഭാഗം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നമ്മൾ രജിസ്റ്റർ എന്നൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് register.html എന്ന് കൊടുത്തോളൂ. ഈ പേര് തന്നെ ആവണമെന്നില്ല, എന്ത് പേര് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യാം? URL-ലേക്ക് പോവുക. നമ്മൾ ആപ്സിൻ്റെ URL-ൽ പോവുക, ഒരു കോമ ഇടുക. അതിനുശേഷം ഇവിടെ വന്ന് പാത്ത് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് രജിസ്റ്റർ എന്ന് ചേർത്ത് കൊടുത്തു. നമ്മളതിൻ്റെ പാത്ത് ഏതാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഒരു കോമ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് views.register എന്ന് ചേർത്ത് കൊടുത്തു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സജസ്റ്റ് ചെയ്യില്ല, കാരണം അങ്ങനെ ഒരു വ്യൂവിൽ നമ്മൾ അങ്ങനെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നെയിം ഈക്വൽ ടു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് രജിസ്റ്റർ എന്ന് തന്നെ ചേർത്ത് കൊടുത്തു. രജിസ്റ്റർ എന്ന് ചേർത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നേരെ വ്യൂവിൽ പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒരു രജിസ്റ്റർ എന്നുള്ളൊരു മെത്തേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഈ രജിസ്റ്റർ എന്നുള്ള മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? from auth.forms എന്ന് ചേർത്തതിന് ശേഷം ഇമ്പോർട്ട്. അതിനുശേഷം നമുക്ക് യൂസർ ക്രിയേഷൻ ഫോം എന്നുള്ളത് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ contrib.auth.forms പോയിട്ട് യൂസർ ക്രിയേഷൻ ഫോം നമ്മളിതിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമുക്കിവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ് എന്നിട്ടു. അതിനുശേഷം നമ്മൾ മെത്തേഡിൻ്റെ പേര് രജിസ്റ്റർ എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് റിക്വസ്റ്റ് എന്നും ചേർത്തു. ഓക്കെ, റിക്വസ്റ്റ് എന്നും ചേർത്തു. അതിനുശേഷം ഒരു കോളൻ ഇട്ട് എൻ്റർ അടിച്ചു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാണ്. ഫോം എന്ന് ചേർത്തു. ഈക്വൽ ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് യൂസർ ക്രിയേഷൻ ഫോം എന്ന് ചേർത്ത് കൊടുക്കാം. ഫോം ഈക്വൽ ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് യൂസർ ഫോം ഈക്വൽ ടു യൂസർ ക്രിയേഷൻ ഫോം എന്ന് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം? റിട്ടേൺ. അതിനുശേഷം നമുക്കിവിടെ വന്ന് റെൻഡർ. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് മുകളിൽ കൊടുത്ത റിക്വസ്റ്റ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. റിക്വസ്റ്റ് കോമ. അതിനുശേഷം നമുക്ക് ഏത് പേജിലേക്കാണോ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ആ പേജിൻ്റെ പേര് ഇവിടെ ചേർത്ത് കൊടുത്ത് registration.html. അതിനുശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒരു കോമ ഇട്ടതിന് ശേഷം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആദ്യം എന്ത് ചെയ്തു? ഫോം എന്നും ചേർത്തു. അതിനുശേഷം ഒരു കോളൻ ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാണ്? ഒരു ഫോം എന്നുകൂടി ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ രജിസ്ട്രേഷൻ എന്നുള്ള ഫോമിൻ്റെ ഉള്ളിൽ രജിസ്ട്രേഷൻ എന്നുള്ള HTML-ൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്ത് ചെയ്യാം? ആ ഫോം എന്നുള്ളത് ഇവിടെ കോൾ ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, പൈത്തൺ സ്പേസ് manage.py സ്പേസ് റൺ സെർവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റ് റൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് റണ്ണായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരെ ആ പേജ് ഓപ്പൺ ചെയ്ത് വരും.
ഓക്കെ, ഇതിപ്പോൾ ലോഗിൻ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഈ പേജിലേക്കായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഒരു സ്ലാഷ് ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത രജിസ്റ്റർ എന്നുള്ള പേജ് ഇവിടെ ചേർത്ത് കൊടുക്കുക. അത്രയും ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിവിടെ CSS അല്ലെങ്കിൽ ഡിസൈനിങ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ യൂസർ നെയിം ഉണ്ട്, അത് റിക്വയർഡ് 150 ക്യാരക്ടർ മിനിമം കൊടുക്കാം. അത് ലെറ്ററോ ഡിജിറ്റോ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഏതെങ്കിലും ഉള്ളോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ പാസ്വേഡ് കൊടുക്കുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസുകൾ ശ്രദ്ധിക്കണം, ആ പാസ്വേഡ് ഇവിടെ കൊടുക്കുക, ആ പാസ്വേഡ് ഇവിടെ വന്ന് റീ എൻ്റർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ള ഡീറ്റെയിൽസുകളൊക്കെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഈ ഫോമിലിപ്പോൾ ഡിഫാൾട്ടായിട്ട് ഈ രൂപത്തിലാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒഴിവാക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ലോഗിൻ എന്നുള്ള പേജിൻ്റെ ഉള്ളിൽ നേരത്തെ ചേർത്ത് കൊടുത്തിരുന്ന അതേ കോഡന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തിട്ട് ഈ രജിസ്റ്റർ എന്ന പേജിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഈ ലോഗിൻ എന്നുള്ള ബട്ടണിന് പകരം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, രജിസ്റ്റർ എന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കുമ്പോൾ നോക്കും ഈ രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് യൂസർ നെയിം കൊടുക്കാം, ഇവിടെ പാസ്വേഡ് കൊടുക്കാം, അതേപോലെ തന്നെ ഇവിടെ കൺഫേം പാസ്വേഡ് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത ഈ ഡിഫാൾട്ടായിട്ട് ഈ വരുന്ന മെസ്സേജുകളൊക്കെ നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കസ്റ്റം യൂസർ ക്രിയേഷൻ ഫോമാണ്, അതായത് ഇതിൽ ഇൻബിൽഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇതിന് പകരമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഈ അടിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കി കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫോം ക്രിയേറ്റ് ചെയ്തു. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വ്യൂവിൽ പോയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ വന്ന് ഈഫ്, അതിനുശേഷം നമ്മളിവിടെ കൊടുത്ത ഫോം ഡോട്ട് ഈസ് അണ്ടർസ്കോർ വാലിഡ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇവിടെ വന്ന് എൻ്റർ അടിക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്ന് നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുക്കാം ഫോം ഡോട്ട് സേവ്. ആ ഫോം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് റിട്ടേൺ, അതിനുശേഷം നമുക്ക് റീഡയറക്റ്റ്, ഏത് പേജിലേക്കാണോ നമുക്ക് റീഡയറക്റ്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ലോഗിൻ എന്നുള്ള പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ലോഗിൻ എന്നുള്ളതും ചേർത്ത് കൊടുത്തു. പിന്നെ ഇവിടെ വന്ന് ഈ ഫോം ഈക്വൽ ടു യൂസർ ക്രിയേഷൻ ഫോം എന്നുള്ളതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് എന്നുള്ളത് റിക്വസ്റ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഡാറ്റാസാണ് നമ്മളിവിടെ പറയുന്നത്. റിക്വസ്റ്റ് ഡോട്ട്, അതിനുശേഷം നമുക്കിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു ഫോം നമുക്കിവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് നമുക്കൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു യൂസർ നെയിം കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുത്തു. ഒരു പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് 1 2 3 അങ്ങനെയുള്ള പാസ്വേഡ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഇതിൽ നമ്മൾ കൊടുത്ത അതേ രൂപത്തിലുള്ള പാസ്വേഡ് ആയിരിക്കണം നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തു. അതേ പാസ്വേഡ് തന്നെ ഞാനിവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റീ എൻ്റർ ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ ആ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നേരെ ഇവിടെ വന്ന് നമ്മൾ ലോഗിൻ എന്നുള്ള പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പേജിലേക്ക് നമുക്കിത് പോവുകയും ചെയ്തു. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിക്കണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് അഡ്മിൻ പേജിലേക്ക് പോവാം. യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ലോഗിൻ ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് യൂസറിൽ പോയാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ പേരിൽ ഇവിടെ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ആ പേരിൽ ഇവിടെ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഓക്കെയാണ്. ഈ വീഡിയോനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.